ഇന്ത്യ-യു.എസ് വ്യാപാര ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നേറുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. യു.എസ് ചീഫ് നെഗോഷിയേറ്റർ ബ്രാൻഡൻ ലിഞ്ചിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ ശുഭകരമായ രീതിയിൽ അവസാനിക്കുമെന്ന സൂചനയും മന്ത്രാലയം നൽകുന്നുണ്ട്. തലസ്ഥാനത്തെ വാണിജ്യ ഭവനിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചർച്ചകളിൽ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളായിരുന്നു ഇന്ത്യ സംഘത്തെ നയിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇന്ത്യയിലെത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 27 മുതൽ യു.എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തിയതിനെ തുടർന്ന് വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ച സാഹചര്യത്തിലുള്ള സന്ദർശനവും ചർച്ചകളും മികച്ച മുന്നേറ്റമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യ-യു.എസ് ഇടയിലെ ഉഭയകക്ഷി വ്യാപാരത്തിന്റെ ശാശ്വത പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ചകൾ മികച്ചതും ഭാവി ലക്ഷ്യം വയ്ക്കുന്നതുമായിരുന്നു. വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉഭയപക്ഷീയമായ പ്രയോജനകരമായ ഒരു കരാറിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാനായി തീരുമാനിക്കുകയും ചെയ്തു. ചർച്ചകൾക്ക് പിന്നാലെ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു, പുതിയ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം മാറ്റിവെക്കപ്പെട്ട 6ാം റൗണ്ട് വ്യാപാര ചർച്ചകൾ ഇനി ഉടൻ ആരംഭിക്കുമെന്നും ഇരു രാജ്യങ്ങളും അതേസമയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലിനെയും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന സംരക്ഷണ നടപടികളെയും എതിർക്കുന്നതാണ് കരാർ നിലവിൽ വരുന്നതിലെ പ്രധാന വെല്ലുവിളി. ഒരു പരിഹാരത്തിനായി ഇന്ത്യയുടെ റെഡ് ലൈനുകൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്രകാരമാണ്: യു.എസ് ചുമത്തിയ 25% അധിക തീരുവ നീക്കം ചെയ്യാതെ അർത്ഥവത്തായ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നുമുണ്ട്. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഓഗസ്റ്റ് 7 മുതലാണ് 25% തീരുവയും പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങലിന്റെ പേര് പറഞ്ഞ് 25% അധിക തീരുവയും ചുമത്തുന്നത്. ഇതോടെ മൊത്തം തീരുവ 50%. ഇതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുമെന്ന് യു.എസ് പ്രതീക്ഷിച്ചുവെങ്കിലും ഇപ്പോഴും റഷ്യയിൽ നിന്നും പഴയതുപോലെ തന്നെ എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇരു രാജ്യങ്ങളിൽ നിന്നും സമവായ ശബ്ദങ്ങൾ ഉയർന്നു വന്നതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലനിർത്തിക്കൊണ്ട് തന്നെ യു.എസിൽ നിന്നുള്ള ഊർജ്ജം വാങ്ങൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു സാധ്യമായ പരിഹാരമെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുമുണ്ട്. കാർഷിക ഇറക്കുമതിയെ സംബന്ധിച്ച യു.എസിന്റെ ആശങ്കകൾക്ക് ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ മനുഷ്യ ഉപഭോഗത്തിന് അനുവദിക്കില്ലെങ്കിലും മൃഗങ്ങളുടെ തീറ്റയ്ക്കായി ഇറക്കുമതി പരിഗണിക്കാമെന്നും ഇന്ത്യ സൂചന നൽകിയിട്ടുണ്ട്. വലിയ വിട്ടുവീഴ്ചകൾ ഇല്ലാത്ത ഒരു വ്യാപാര കരാർ വേണമെന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. കാലതാമസം യു.എസ് വിപണിയിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് 25% തീരുവ യു.എസ് പിൻവലിക്കാതെ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഒരു മുന്നേറ്റവും സാധ്യമല്ല എന്ന് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് സ്ഥാപകനായ അജയ് ശ്രീവാസ്തവ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ 700 ദശലക്ഷം കർഷകരുടെ ഉപജീവന മാർഗമായ കൃഷിയും ഡയറി മേഖലയും വ്യാപാര കരാറിനായി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.